നമസ്കാരം. 2025 ആസിഫ് അലിയുടെ ആദ്യ സിനിമയായ രേഖാചിത്രം ഇന്നലെയാണ് റിലീസ് ചെയ്തത്. 2024 കിഷ്കിന്ധാ കാണ്ഡം എന്ന സൂപ്പർ ഹിറ്റ് സമ്മാനിച്ചതിനാൽ തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. ആസിഫ് അലിക്കൊപ്പം അനശ്വര രാജൻ, മനോജ് കെ ജയൻ, സിദ്ദിഖ്, സരൺ ഷിഹാബ, ജഗദീഷ്, ശ്രീകാന്ത് മുരളി തുടങ്ങിയവരും രേഖാചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത ഈ സിനിമ ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന് മലയാള സിനിമ അധികം ചർച്ച ചെയ്യാത്ത പാറ്റേണിലാണ് ഒരുക്കിയിരിക്കുന്നത്. ആദ്യ ദിനം തന്നെ പ്രതീക്ഷകളെ കാത്തു എന്ന റിപ്പോർട്ടായിരുന്നു രേഖാചിത്രത്തിന് അതിന്റെ അനുകൂലികളായിരുന്നു ഇന്നലെ മാറ്റിനി ഷോയ്ക്ക് ശേഷം ലഭിച്ചതും. പോസിറ്റീവ് റിപ്പോർട്ടുകൾ കൂട്ടത്തോടെ വന്നതോടെ സെക്കൻഡ് ഷോയിലടക്കം തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സുകളിലായിരുന്നു ചിത്രം പ്രദർശിപ്പിച്ചത്. ആസിഫ് അലിയുടെ ഈ വർഷത്തെ ആദ്യ ഹിറ്റായി മാറും രേഖാചിത്രം എന്നാണ് പൊതുവെയുള്ള റിപ്പോർട്ട്. മാത്രമല്ല മലയാള സിനിമ ഈ വർഷം ഇറങ്ങിയ ഏറ്റവും മികച്ച ഇത്രയും പോസിറ്റീവ് റിപ്പോർട്ടുകളോട് വന്നതും ഈ ചിത്രത്തിന് തന്നെയാണ്. ഇത് ബോക്സ് ഓഫീസ് കളക്ഷനിലും പ്രതിഫലിക്കുന്നുണ്ട്. ആദ്യ ദിനം തന്നെ 2 കോടി രൂപയാണ് രേഖാചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് എന്നതാണ് വിവിധ ബോക്സ് ഓഫീസ് ഡാറ്റകളിൽ നിന്നും വ്യക്തമാകുന്നത്. അങ്ങനെയെങ്കിൽ ആസിഫ് അലിയുടെ സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഓപ്പണിംഗ് ഡേ കളക്ഷൻ എന്ന നേട്ടവും രേഖാചിത്രത്തിന്റെ പേരിലാകും. മിസ്റ്ററി ക്രൈം ത്രില്ലർ ഗണത്തിൽപ്പെടാവുന്ന സിനിമയാണ് രേഖാചിത്രം. ടിക്കറ്റിംഗ് ആപ്പായ ബുക്ക് മൈ ഷോയും അതുപോലെ തന്നെ ടിക്കറ്റ് ന്യൂ കാണിക്കുന്ന സ്ഥിതി അനുസരിച്ച് പ്രവൃത്തി ദിനമായിട്ടും വ്യാഴാഴ്ച 79,000-ലേറെ ടിക്കറ്റുകളാണ് രേഖാചിത്രത്തിനായി വിറ്റത്. രാവിലത്തെ ഷോകളിൽ മികച്ച ഓക്യുപ്പൻസിക്ക് ശേഷം ഈവനിംഗ് നൈറ്റ് ഷോകളിൽ ടിക്കറ്റ് വിൽപ്പനയിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായത്. പോസിറ്റീവ് റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് സിനിമ വാരാന്ത്യത്തിൽ കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കും എന്ന ഉറപ്പാണ്. വാരാന്ത്യത്തിന് ശേഷം ഏകദേശം 8 കോടി രൂപ മുതൽ 10 കോടി രൂപ വരെ രേഖാചിത്രം നേടാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. ഉണ്ണി മുകുന്ദന്റെ മാർക്കോയും ടൊവിനോ തോമസിന്റെ ഐഡന്റിറ്റിയും മാത്രമാണ് തിയേറ്ററുകളിൽ കളിക്കുന്ന മറ്റ് വലിയ മലയാളം റിലീസുകൾ. എന്നാൽ അടുത്ത ദിവസങ്ങളിലെ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് പ്രകടനങ്ങൾ വിലയിരുത്തുമ്പോൾ അവ രേഖാചിത്രത്തിന് ഭീഷണിയാകാൻ സാധ്യതയില്ല, മറിച്ച് അനുകൂലമാകും. ഈ ഘടകങ്ങൾ അനശ്വരയുടെ രേഖ എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു ചിത്രം മുന്നോട്ട് പോകുന്നത്. ചിത്രത്തിന്റെ ഫ്ലാഷ് ബാക്ക് ഭാഗങ്ങൾ 1980-കളിൽ നടക്കുന്നതാണ്. ഇതിൽ ഭൂരിഭാഗവും മമ്മൂട്ടി നായകനായ ഭരതൻ ചിത്രം കാതോട് കാതോരത്തിന്റെ സെറ്റിലാണ് നടക്കുന്നത്. അതും ആളുകൾക്ക് പുതിയ കാഴ്ചാനുഭവമാണ് സമ്മാനിച്ചത്. മമ്മൂട്ടി എന്ന നടന്റെ ആ ഒരു ഓറ ഈ ചിത്രത്തിൽ പ്രകടമായി നിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റും. മമ്മൂട്ടി നോ പറഞ്ഞാൽ ഈ സിനിമ ഉണ്ടാകില്ല എന്ന ഇതിലെ പ്രധാന നടനും അതുപോലെ തന്നെ അണിയറ പ്രവർത്തകരും പറഞ്ഞതിന്റെ പൊരുൾ ഈ ചിത്രം കാണുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകും. ജോൺ മന്ത്രിക്കലും രാമു സുനിലും ചേർന്ന് തയ്യാറാക്കിയ ഗംഭീര സ്ക്രിപ്റ്റ് വളരെ കൈയടക്കത്തോടെ തന്നെ കൈകാര്യം ചെയ്തിരിക്കുകയാണ് സംവിധായകൻ ജോഫിൻ ടി ചാക്കോ. കിഷ്കിന്ധാ കാണ്ഡത്തിന് ശേഷം അതിമനോഹരമായ സംഗീതവും പശ്ചാത്തല സംഗീതവുമാണ് പുത്തൻ ആസിഫ് അലി ചിത്രത്തിനായും മുജീബ് മജീദ് ഒരുക്കിയിരിക്കുന്നത്. ക്യാമറ കൈകാര്യം ചെയ്ത അപ്പു പ്രഭാകരും എഡിറ്റർ ഷമീർ മുഹമ്മദും പ്രത്യേക കയ്യടികൾ അർഹിക്കുന്നുണ്ട്. ഫാമിലിയെയും യൂത്തിനെയും ഒരുപോലെ പിടിച്ചിരുത്തുന്ന ചിത്രം ഗംഭീര കളക്ഷനിലേക്ക് തന്നെ നീങ്ങുന്നതായാണ് വിവരം. ശങ്കറും രാം ചരണും ഒന്നിച്ച ഗെയിം ചേഞ്ചർ, അതുപോലെ തന്നെ അർജുൻ അശോകൻ, അനശ്വര രാജൻ ടീമിന്റെ എന്ന് സ്വന്തൻ പുണ്യാളൻ എന്നിവയാണ് തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുന്ന മറ്റ് പുതിയ റിലീസുകൾ. ഏതായാലും രേഖാചിത്രം കയ്യടികളോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്.